ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. സംസ്ഥാനത്ത് പരക്കെ മഴ തുടരുകയാണ്. വടക്കൻ കേരളത്തിലാണ് മഴക്കെടുതി രൂക്ഷം. മഴയ്ക്കൊപ്പം എത്തിയ കാറ്റിൽ പലയിടത്തും വൻമരങ്ങൾ കടപുഴകി നാശനഷ്ടമുണ്ടായി. കോഴിക്കോട് ചെമ്പൂക്കടവ് പാലത്തിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. മലപ്പുറം നിലമ്പൂരിൽ ഒഴുക്കിൽപ്പെട്ട കുട്ടിയാനകളെ കാട്ടാനക്കൂട്ടമെത്തി രക്ഷപ്പെടുത്തി. ഇതിലെ വരണേന്ന് വയനാട്ടിൽ കനത്ത മഴ തുടരുകയാണ്. ജലനിരപ്പ് ഉയർന്നതോടെ ബാണാസുര ഡാം തുറക്കും എന്നാണ് റിപ്പോർട്ടുകൾ. രാഹുൽ സുരേഷ് കോഴിക്കോട്ട് നിന്നും സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകും. സുർജിത്ത്, എന്താണ് വയനാട്ടിലെ വിവരങ്ങൾ? മഴ സുർജിത്തിലേക്ക് വരാം. രാഹുൽ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ, വടക്കൻ കേരളത്തിൽ കനത്ത മഴ തുടരുകയാണ്. കോഴിക്കോട് അതുപോലെ കോഴിക്കോടിൻ്റെ കിഴക്കൻ മേഖലകളിലൊക്കെ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് സൂചന. റിപ്പോർട്ടുകൾ അതാണ് വ്യക്തമാക്കുന്നത്. എന്താണ് പുതിയ വിവരങ്ങൾ? മഴ തുടരുകയാണോ അവിടെ ഇപ്പോഴും? വിജയകുമാർ, കഴിഞ്ഞ അരമണിക്കൂറായി കോഴിക്കോട് ജില്ലയിൽ മഴ മാറി നിൽക്കുകയാണ്. പക്ഷേ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇരുണ്ടു മൂടിയ കാലാവസ്ഥ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു അതിശക്തമായ മഴ ഉണ്ടായിരുന്നത്. അതിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ പ്രവചനം. ഇന്ന് പുലർച്ചെ ആരംഭിച്ച മഴയാണ് മലയോര മേഖലകളിൽ വലിയ നാശനഷ്ടം ഉണ്ടാക്കി വെച്ചത്. കാരണം ഈ പുഴകളിലെല്ലാം തന്നെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇരവഞ്ഞിപ്പുഴയിൽ വിവിധയിടങ്ങളിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിട്ടുണ്ട്. കോടഞ്ചേരി ചെമ്പുകടവിൽ പാലത്തിന് വെള്ളം കയറി. ഇതോടെ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റൊരു സംഭവം ഉണ്ടായത് ഫറൂഖ് കടുവന്തുരുത്തിയിലാണ്. ഇവിടെ നിന്നും മണൽ കോരാൻ പോയ 3 തൊഴിലാളികൾ തോണി മറിഞ്ഞ് അപകടത്തിൽപ്പെട്ടിരുന്നു. ഇവരെ ഉടൻ തന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഈ വള്ളം ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം കൂടരഞ്ഞി കൂമ്പാറയിൽ ശക്തമായ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ വിവിധയിടങ്ങളിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം. ഇരവഞ്ഞിപ്പുഴയിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ കരകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ആവശ്യം വരികയാണെങ്കിൽ അവരെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചു എന്നാണ് ജില്ലാ ഭരണകൂടം ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുള്ളത്. ഇന്നലെയും മിനിങ്ങാന്നും കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലകളിൽ ചുഴലിക്കാറ്റുണ്ടായിരുന്നു. ഇവിടെയെല്ലാം തന്നെ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. നിരവധി വീടുകൾ തകർന്നിട്ടുണ്ട്. പലയിടങ്ങളിലും ഇപ്പോഴും വൈദ്യുതി മുടങ്ങിയിരിക്കുന്ന സാഹചര്യമാണ്. വൈദ്യുതി പോസ്റ്റുകൾ കുറേയധികം ഇടങ്ങളിൽ ഒടിഞ്ഞിട്ടുണ്ട്. ഇവിടെയെല്ലാം ഈ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരുന്നു എന്നാണ് KSEB ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുള്ളത്. ഈ KSEBയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടത്ര ജീവനക്കാരില്ല എന്നൊരു ആരോപണം പല മേഖലകളിൽ നിന്നും ഉയരുന്നുണ്ട്. ഇത് ഉടൻ തന്നെ പരിഹരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും നിലവിൽ മഴ മാറി നിൽക്കുകയാണ്. പക്ഷേ അതിശക്തമായ മഴയ്ക്കാണ് കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ വരും മണിക്കൂറുകളിൽ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. നഗരപ്രദേശങ്ങളിലാണെങ്കിലും മലയോര മേഖലകളിലാണെങ്കിലും എല്ലാ മേഖലകളിലും ഒരേപോലെ തന്നെ മഴ തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിജയകുമാർ. യെസ്, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോടിൻ്റെ മലയോര മേഖലയിലും നഗരപ്രദേശങ്ങളിലുമൊക്കെ കനത്ത മഴ തുടരുകയാണ്. പുഴകളിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. നമ്മൾ വയനാട്ടിലേക്കാണ് പോകുന്നത്. ബാണാസുര ഡാം തുറക്കും എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ. വയനാട്ടിൽ കനത്ത മഴ തുടരുകയാണ്. സുർജിത്ത്, എന്താണ് വിവരങ്ങൾ? ബാണാസുര റെഡ് അലേർട്ടിലേക്ക് പോയിട്ടുണ്ടോ? എന്തൊക്കെ വിവരങ്ങൾ നൽകാൻ കഴിയും ഈ ഘട്ടത്തിൽ? റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്ന വിവരം. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KSEBയിലെ കൃഷ്ണൻ മാപ്പിടിശ്ശേരിയുമായി വിഷയത്തിൽ കൃത്യമായ രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിലവിലെ ജലനിരപ്പ് എന്ന് പറയുന്നത് 772.95 മീറ്ററാണ്. ഇത് 773, 5 സെന്റിമീറ്റർ കൂടി ഉയരുന്ന സാഹചര്യമാണെങ്കിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കും. ഉച്ചയോടുകൂടി റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇതിൽ 773.5 മീറ്ററായ തുറക്കേണ്ടി വരും എന്നുള്ള തരത്തിലാണ്. ഒരു ഷട്ടറാണ് തുറക്കുക.
ഒരു ഷട്ടറിന്റെ അര അടിയോളം ഉയർത്തും എന്നുള്ള തരത്തിലുള്ള വിവരമാണ്. 20 സെന്റിമീറ്ററോളം വെള്ളം പുഴയിൽ കയറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള തരത്തിൽ കൂടി അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. കനത്ത മഴ ഇതിന്റെ വൃഷ്ടി പ്രദേശത്തെല്ലാം തന്നെ തുടരുന്ന സാഹചര്യം ആണ് നിലവിലുള്ളത്. ഈ വയനാട് ജില്ലയിലെ കല്ലോടി അതോടൊപ്പം തന്നെ പുത്തുമല തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഏറ്റവും അധികം മഴപ്പെയ്ത്ത് ഉണ്ടായിരിക്കുന്നത്. 200 mm വെള്ളമാണ് മഴപ്പെയ്ത്താണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല കാപ്പിക്കളം, മക്കിയാട്, നിരവിൽപ്പുഴ, പടിഞ്ഞാറത്തറ ഡാം, അതോടൊപ്പം തന്നെ വാളാന്തോട് തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം തന്നെ കനത്ത രീതിയിൽ തീവ്രമായ രീതിയിലുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിൽ മുണ്ടക്കയിലാണ് അല്പം പ്രതിസന്ധിയുള്ള ഒരു സ്ഥിതി ഉള്ളത്. മുണ്ടക്കയിൽ പല സ്ഥലങ്ങളിൽ നിന്നും ആ മേഖലയിൽ മേപ്പാടിക്കപ്പുറമുള്ള പ്രദേശമാണ്, പുത്തുമല ഉൾപ്പെടെയുള്ള പ്രദേശമാണ്. ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം നേരത്തെ മണ്ണിടിഞ്ഞ ഒരു പ്രദേശമുണ്ട്, ഉൾവനത്തിലാണ്. അവിടെ മണ്ണിടിച്ചിൽ വീണ്ടും ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ഉരുൾപൊട്ടലുണ്ടായതാണ്. അവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് ആണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന നിലയുണ്ടായിട്ടുള്ളത്. കാശ്മീർ ദ്വീപ്, പുഞ്ചിരിമട്ടം കോളനി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെല്ലാം തന്നെ മാറ്റിപ്പാർപ്പിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ചൂരൽമല കടന്നു പോകുന്ന പുഴയിലാണ് ശക്തമായ ഒഴുക്കുള്ളത്. പുലർച്ചെ 4 മണിയോടെയാണ് ഈ വനമേഖലയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട്. അവർ വിശദമായ രീതിയിൽ തന്നെ ആളുകളെല്ലാം തന്നെ കാണുന്നുണ്ട്. മാത്രമല്ല ഈ വെള്ളാർമല സ്കൂളിന്റെ ഒരു ഭാഗം പുഴ കടന്നു പോകുന്ന മേഖലയാണ്. അവിടെ മോട്ടോർ അടക്കം ഒഴുകി പോകുന്ന നില ഉണ്ടായിട്ട് മാത്രമല്ല ഈ ഷെഡ്, അതായത് ഭക്ഷണം വെക്കുന്ന ഷെഡ് ഉണ്ട്, ആ ഷെഡ് തള്ളിയ നിലയിലാണ് ഉള്ളത്. ഇത്തരത്തിൽ അപകട ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിൽ വയനാട്ടിലുണ്ട്. ശക്തമായ മഴ ഇടവിട്ട് നിലവിൽ പെയ്യുന്ന ഒരവസ്ഥ കൂടി വയനാടിന്റെ പല ഭാഗങ്ങളിലും ഉണ്ട്. വിജയകുമാർ. സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിൽ നിന്ന് ബാണാസുര ഡാം തുറക്കാൻ സാധ്യതയുണ്ട്. അവിടെ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കേണ്ടി വരും എന്നാണ് ജില്ലാ ഭരണകൂടമൊക്കെ അറിയിക്കുന്നത്. കനത്ത മഴ തുടരുകയാണ്. പലയിടത്തും മണ്ണിടിച്ചിൽ സംബന്ധിച്ച വിവരങ്ങൾ, പ്രത്യേകിച്ച് മുണ്ടക്കൈ മേഖലയിൽ മണ്ണിടിച്ചിൽ സംബന്ധിച്ചൊക്കെ വിവരങ്ങൾ വരുന്നുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നുണ്ട്. കൂടുതൽ കുടുംബങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. മണ്ണിടിച്ചിലുണ്ടായ ഷിരൂരിൽ നിന്ന് നാവികസേനാ സംഘം മടങ്ങി. ഗംഗാവലി പുഴയിൽ പരിശോധന ഇന്ന് നടന്നില്ല. രക്ഷാപ്രവർത്തനം പൂർണ്ണമായും ഉപേക്ഷിച്ച നിലയിലാണെന്ന് എം വിജിൻ MLA പറഞ്ഞു. രക്ഷാദൗത്യം തുടരുമെന്ന് പറഞ്ഞ ആരെയും ഇവിടെ കാണാനില്ല. രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കർണാടകയ്ക്ക് താല്പര്യമില്ലെന്നും എം വിജിൻ MLA ആരോപിച്ചു. നമ്മളെല്ലാം ആശങ്കപ്പെട്ട പോലെ തന്നെ പുഴയിൽ നിന്ന് മാത്രമല്ല കരയിൽ പോലും ഒരു തരത്തിലുള്ള സംവിധാനങ്ങളും ഇവിടെയില്ല. രാവിലെ നേവിയിലെ ചില ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിരുന്നു, പക്ഷേ പിന്നീട് അവരും മടങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പൂർണ്ണമായും ഒരു തരത്തിലുള്ള ഒരു പ്രവർത്തനവും നടക്കാത്ത നിലയിലേക്ക് ഈ സ്ഥലം പൂർണ്ണമായി മാറിയിരിക്കുകയാണ്. ഇവിടുന്ന് വ്യക്തമാകാൻ സാധിക്കുന്നത് ഒരു തരത്തിലും ഇവിടുത്തെ സംവിധാനങ്ങൾക്ക്, ജില്ലാ ഭരണകൂടത്തിന് ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന താല്പര്യമില്ലാത്ത വിധത്തിൽ തന്നെയാണ് ഇന്നുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നിൽക്കുന്നത്. അതേസമയം ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിലിൽ ഇവിടുത്തെ സംവിധാനങ്ങളിൽ പ്രതീക്ഷയില്ലെന്ന് അർജുന്റെ ബന്ധു ജിതിൻ 24നോട് പറഞ്ഞു. തെരച്ചിൽ പൂർണ്ണമായി അവസാനിപ്പിച്ചെന്നാണ് തോന്നുന്നത്. തെരച്ചിൽ തുടരുമെന്ന വാക്ക് നൽകിയാരും ഇവിടെ ഇല്ലെന്നും ജിതിൻ ആരോപിച്ചു. ഇന്നലെ മുതൽ ഫുൾ സംവിധാനം ഉപയോഗിച്ച് ഇവിടെ നിന്ന ആൾക്കാരൊന്നും ഇന്ന് ആരും കാണുന്നില്ല. ഇന്നലത്തെ ഉറപ്പ് പ്രകാരം കരയിലും വെള്ളത്തിലും തിരച്ചിൽ നടക്കുമെന്ന് തന്നെയാണ് അറിയാൻ പറ്റിയത്. പക്ഷേ ആ ഒരു സാഹചര്യം നിന്ന് ഇതുവരെ നമുക്ക് ഇവിടെ കാണാൻ പറ്റിയിട്ടില്ല. ഒരു സാധ്യത മാത്രം കാണുന്നത് അവരുടെ ടെക്നീഷ്യൻസ് വന്ന ഈ സ്ഥലം വിലയിരുത്തിയതിന് ശേഷം ഒരു പ്രതികരണം പോസിറ്റീവുള്ള ഒരു പ്രതികരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു പ്രതീക്ഷയുള്ളൂ. അല്ലാത്ത പക്ഷം ഈ വെള്ളം കുറയുന്നത് വരെ ഇവരെ കാത്തിരിക്കാൻ ചാൻസ് ഉണ്ടെന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് ഇനി അവർ കഴിഞ്ഞു, അത് ഇനിയില്ല, അവർക്ക് ഇനി ഉണ്ടാകാം, പക്ഷേ അത് കണ്ടെത്താൻ ആരുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ പൂർണ്ണമായിട്ടും വൈൻഡപ്പ് ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഒരു JCB മാത്രമേ ഇവിടെ ഇപ്പോൾ ഒരു വർക്ക് നടക്കുന്നു എന്നുള്ളത് പോലെ കാണിക്കുന്നത്. അത് റോഡ് ക്ലിയർ ആക്കുക എന്ന ലക്ഷ്യത്തോട് മാത്രമുള്ള ഒരു പ്രവൃത്തിയാണ് നടക്കുന്നത്. അർജുൻ ലോറിയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് സഹോദരി അഞ്ജു പറഞ്ഞു. തെരച്ചിൽ അവസാനിപ്പിക്കരുതെന്നും അഞ്ജു 24നോട് പ്രതികരിച്ചു. അവന്റെ കയ്യിൽ എപ്പോഴും ഫോൺ ഉണ്ടാവും. ഉറങ്ങുന്ന സമയത്ത് മാത്രമേ ഫോൺ എടുക്കാതിരിക്കുള്ളൂ. അല്ലെ നമ്മളൊരു വിളിക്കുക, അല്ലെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു മെസ്സേജ് അയച്ചാൽ അതിനപ്പം റിപ്ലൈ തരും. അവന്റെ വൈഫ് അന്ന് രാവിലെ 7:00 കൂടിയിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ട് അതിന് റിപ്ലൈ തന്നിട്ടില്ല. അവൻ ഉറക്കത്തിലാണെങ്കിൽ മാത്രമേ റിപ്ലൈ തരാതിരിക്കുള്ളൂ. 2 ടിക്കിൽ മാത്രം അവിടെ നിന്നതാണ്. റേഞ്ച് ഉണ്ട്, 2 ടിക്ക് അവൻ സീൻ ചെയ്തിട്ടില്ല.
അതുകൊണ്ടാണ് നമ്മൾ അവൻ അതിൽ ഉറങ്ങായിരിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൽ നിന്നത്. എന്തെങ്കിലും നമുക്കറിയണം. അവിടെ നിന്നാണ് അവനും അവന്റെ ട്രക്കും മിസ്സായത്. അവിടുന്ന് എങ്ങോട്ടും പോകാനുള്ള സാധ്യതയില്ല. ഷിരൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും. അരുൺ, ഈ നേവി മടങ്ങിയെന്ന് പറയുമ്പോൾ നേവി വന്നത് കാർവാറിലെ അവരുടെ ബേസിൽ നിന്നാണ്, അവിടേക്ക് പോയി എന്നാണോ അതോ ഈ പ്രദേശത്ത് നിന്ന് അവർ ക്യാമ്പിലേക്ക് തൽക്കാലം മടങ്ങി കാലാവസ്ഥ അനുകൂലമായാൽ തിരികെ വരും, അങ്ങനെയല്ലേ നമ്മൾ കരുതേണ്ടത്? നേവി സ്ഥിരമായി ഷിരൂരിൽ നിന്ന് പോയി എന്നർത്ഥമുണ്ടോ? വിജയകുമാർ, നാവികസേന പൂർണ്ണമായും മടങ്ങിയതല്ല. അതായത് ഇന്ന് അവർ പരിശോധന നടത്തും, അതായത് ഈ പുഴയിലെ അടിയൊഴുക്ക് ഉൾപ്പെടെ പരിശോധിക്കും എന്നായിരുന്നു രാവിലെ ഈ നേവി സംഘം ഇവിടെ എത്തിയ ഘട്ടത്തിൽ ജില്ലാ ഭരണകൂടം അറിയിച്ചിരുന്നത്. പക്ഷേ ഇവർ പുഴയിൽ ഒരു പരിശോധനയും നടത്തിയില്ല. ഒരു 2 മണിക്കൂറിന് ശേഷം അവർ മടങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്താണ് അതിന് കാരണമെന്ന് ചോദിച്ചപ്പോൾ ജില്ലാ ഭരണകൂടത്തിന് കൃത്യമായ ഒരു വ്യക്തമായ ഒരു മറുപടി ഇതുവരെ ലഭിച്ചിട്ടില്ല. നിലവിൽ ഈ എന്തെങ്കിലും ഒരു തരത്തിലുള്ള രക്ഷാപ്രവർത്തനമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു കരയിലോ പുഴയിലോ എന്തെങ്കിലും ഒരു തെരച്ചിൽ ഇവിടെ നടക്കുന്നില്ല. ആകെ ഒരു JCB അവിടെ മണ്ണ് നീക്കം ചെയ്യുന്നുണ്ട്. മറ്റ് ഡ്യൂട്ടിയിലുള്ള 2-3 പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ആ സംഭവ സ്ഥലത്തുള്ളത്. ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള ആരും തന്നെ അവിടെ ഇല്ല. സ്ഥലത്തെ ജനപ്രതിനിധികൾ എത്തിയിട്ടില്ല, രാവിലെ ഇതുവരെ എത്തിയിട്ടില്ല. കേരളത്തിൽ നിന്നുള്ള MLA മാർ മാത്രമാണ് അവിടെ എത്തിച്ചേർന്നത്. മറ്റ് ഒരു സംവിധാനങ്ങളും നിലവിൽ അവിടെയില്ല. NDRFന്റെയും SDRFന്റെയും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇന്നലെ തന്നെ അവർ താൽക്കാലികമായി പിൻവലിച്ചിരുന്നു. താൽക്കാലികമായി ദൗത്യം അവസാനിപ്പിക്കുന്നുവെന്ന് അവർ പറയുമ്പോഴും നമുക്ക് ചില സംശയങ്ങളും ചില ആശങ്കകളും അത് സംബന്ധിച്ചുണ്ട്. അതുതന്നെയാണ് ഈ അർജുൻ്റെ കുടുംബവും ഈ ഇവിടെ എത്തിയിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളും പങ്കുവെക്കുന്നത്. അവർ താൽക്കാലികമായി അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ ഇന്നലെ ജില്ലാ കളക്ടർ ഉൾപ്പെടെ പ്രതികരിച്ചത് അവരുടെ ദൗത്യ സംഘങ്ങളൊക്കെ ഇവിടെ തുടരും. അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം എത്തിയാൽ അവർ ഈ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുമെന്നതാണ്. അതിന് കൂടുതൽ ഈ പുഴയിൽ ഇറങ്ങിക്കൊണ്ടുള്ള തെരച്ചിലിന് അവിടുത്തെ മണ്ണും കല്ലും തൃശ്ശൂരിൽ നിന്നൊരു ഡ്രഡ്ജർ അവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാർഷിക സർവകലാശാലയിൽ നിന്നൊക്കെ ആളുകൾ അങ്ങോട്ട് വരുന്നുണ്ട്. അവരിപ്പോൾ അവിടേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ അവരാരെ കാണും, ആരോട് സംസാരിക്കും, ആരാണ് അതിൻ്റെ ഒരു നോഡൽ ഏജൻസി, നോഡൽ ഓഫീസർ എന്നതിലൊക്കെ ഒരു വ്യക്തതയുണ്ട്. അപ്പോൾ അവർ വരികയാണെങ്കിൽ ഇത് ഈ ഡ്രഡ്ജർ അവിടെ ഇറക്കാൻ കഴിയുമോ എന്നൊക്കെ പരിശോധിച്ച് അതിനൊരു മറുപടി കൊടുക്കേണ്ടതാരായിരിക്കും അവിടെ? വിജയകുമാർ, നമുക്ക് ലഭ്യമായ വിവരമനുസരിച്ച് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ്, അതായത് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഈ സാങ്കേതിക ടെക്നിക്കൽ സംഘം ഇവിടെ എത്തിച്ചേർന്നത്. ഇന്നലെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഡ്രഡ്ജർ പൂർണ്ണമായി ഇവിടെ എത്തിക്കണമെന്നല്ല, ആദ്യം ഈ സാങ്കേതിക സംഘം ഇവിടെ എത്തി പുഴയിൽ ഈ പരിശോധന നടത്തണം. അത് സാധ്യമാവുമെങ്കിൽ മാത്രം ഈ യന്ത്രം ഇങ്ങോട്ട് എത്തിക്കുക. ആ ഒരു നിലപാടിലാണ് നിലവിൽ ഇപ്പോൾ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം ഉള്ളത്. അവർ വൈകിട്ടോടെ ഇവിടെ എത്തിച്ചേരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇന്ന് പരിശോധന നടത്താൻ സാധ്യതയില്ല. വൈകിട്ട് രാത്രിയോടെ ആയാൽ പിന്നീട് നാളെ ആയിരിക്കും പരിശോധന. അവരുടെ ഈ അടിയൊഴുക്ക്, ഈ പുഴയുടെ ഒരു ഘടന, ഈ പുഴയിൽ എത്രത്തോളം ഇത് ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിലൊക്കെ പരിശോധന നാളെ ആയിരിക്കും നടത്താനുള്ള സാധ്യത. അതിലും സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഈ യന്ത്രവുമായി ബന്ധപ്പെട്ട ആ കമ്പനിയുടെയൊക്കെ സാങ്കേതിക വിഭാഗം അവരുടെ പ്രതികരണങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. അവർ പറയുന്നത് ഒരു 4 നോട്ട് അടിയൊഴുക്ക് ആ ശക്തിയിലൊക്കെയുള്ള പുഴകളിൽ അവർക്കിത് ഈ യന്ത്രം എത്തിച്ച് ഈ മണ്ണ് നീക്കം ചെയ്ത നടപടിയിലേക്ക് കടക്കാൻ കഴിയും, അത് ഉപയോഗിക്കാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. നിലവിൽ മഴ മാറി നിൽക്കുന്നുണ്ട്, കാലാവസ്ഥ ഇവിടെയൊക്കെ അനുകൂലമാണെങ്കിലും നിലവിൽ ആ ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് എന്ന് പറയുന്നത് 6 നോട്ട് തന്നെ, 6 നോട്ടിന് മുകളിലേക്കാണ് ഇവിടുത്തെ അടിയൊഴുക്കുള്ളത്. അതോടൊപ്പം തന്നെ ഈ പുഴയിലെ മറ്റ് പ്രതികൂലമായിട്ടുള്ള സാഹചര്യം ഉൾപ്പെടെയുണ്ട്. ഇത് മറികടന്ന് ഈ ഡ്രഡ്ജർ യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഈ മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടിയിലേക്ക് കടക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ നിലവിൽ സാങ്കേതികമായി തന്നെ ഇപ്പോൾ നിലവിൽ വ്യക്തത കുറവുണ്ട്. പക്ഷേ അത് സ്ഥിരീകരിക്കേണ്ടത് നിലവിൽ ഇവിടേക്ക് പുറപ്പെട്ടിട്ടുള്ള ടെക്നിക്കൽ സംഘത്തിന്റെ പരിശോധനക്ക് ശേഷമാണ്. എന്തായാലും അവർ അവിടേക്ക് തിരിച്ചിട്ടുണ്ട്, അവരുടൻ എത്തും, വൈകാതെ അവിടെ എത്തും. ജില്ലാ ഭരണകൂടവുമായി സംസാരിച്ചൊരു തീരുമാനം എടുക്കുമെന്ന് കരുതാം. നാവികസേന അവരുടെ ക്യാമ്പിലേക്ക് തൽക്കാലത്തേക്ക് മടങ്ങി. അവർക്കൊരു പക്ഷേ അനുകൂല സാഹചര്യം ഉണ്ടായാൽ തിരികെ വരും എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചന. അരുൺ പൂപ്പറമ്പയാണ് ഷിരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിനിടെ വൈസ് ചാൻസലറെ ഉപരോധിച്ച് ഇടത് സംഘടനകൾ. ഗവർണർ നോമിനേറ്റ് ചെയ്ത 14 സെനറ്റ് അംഗങ്ങളുടെ വോട്ട് മാറ്റിവെക്കാൻ കോടതി ഉത്തരവിട്ടിരുന്നു. ഇതോടെ കോടതി വിധി വന്ന ശേഷം വോട്ടെണ്ണാമെന്ന നിലപാട് VC സ്വീകരിച്ചു. അതിനിടെ സർവകലാശാല ആസ്ഥാനത്ത് SFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം തുടങ്ങി. വിദ്യാർത്ഥികളും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. സർവകലാശാല ആസ്ഥാനത്ത് പ്രവേശിക്കണമെന്ന വിദ്യാർത്ഥികളുടെ ആവശ്യം പോലീസ് എതിർത്തതിനെ തുടർന്നായിരുന്നു പ്രതിഷേധം.
വി എ ഗിരീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, അവിടെ പ്രതിഷേധം തുടരുകയാണോ ഇപ്പോഴും? ഈ VC വോട്ടെണ്ണുന്ന കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചു VC? ഏതെങ്കിലും തരത്തിലുള്ള അനുരഞ്ജന ചർച്ചകൾ ഉണ്ടോ? വിജയകുമാർ, കേരള സർവകലാശാല ആസ്ഥാനത്ത് ഇപ്പോഴും ഉപരോധ സമരം തുടരുകയാണ്. VCയുടെ ചേംബറിൽ സെനറ്റ് അംഗങ്ങളാണ് ഇപ്പോൾ അദ്ദേഹത്തെ ഉപരോധിക്കുന്നത്. അതിന് താഴെ, അതായത് സർവകലാശാല ആസ്ഥാനത്തെ പ്രധാനപ്പെട്ട വാതിലിൽ SFI പ്രവർത്തകരും ഇപ്പോൾ ഉപരോധ സമരം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വോട്ടെണ്ണുന്നത് അംഗീകരിക്കാതെ, വോട്ടെണ്ണാം എന്ന് അംഗീകരിക്കാതെ ഒരു കാരണവശാലും VCക്ക് പുറത്തേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ SFI പ്രവർത്തകരും അതോടൊപ്പം തന്നെ അധ്യാപക സംഘടനയായ AKPCTയും ഉയർത്തുന്ന ഒരു നിലപാട്. ഇന്ന് രാവിലെയാണ് സിൻഡിക്കേറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് കേസ് ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നു. ഗവർണർ നോമിനേറ്റ് ചെയ്ത 5 അംഗങ്ങൾ, അതോടൊപ്പം തന്നെ നേരത്തെ സെനറ്റിലുണ്ടായിരുന്ന 10 പേർ, ഈ 15 പേരാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ഹൈക്കോടതി ഇവർക്ക് വോട്ട് ചെയ്യാമെന്നും തെരഞ്ഞെടുപ്പ് നടക്കട്ടെ എന്നുമുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ ഈ 15 പേരുടെ വോട്ട് പ്രത്യേകം സീൽ ചെയ്ത് സൂക്ഷിക്കണം, ഇത് എണ്ണേണ്ടതില്ല, പിന്നീട് കോടതി നിർദ്ദേശപ്രകാരം മാത്രം തുടർ നടപടി സ്വീകരിച്ചാൽ മതി, അതായത് ഇവരുടെ വോട്ട് എണ്ണിയാൽ മതി എന്നുള്ളതാണ് കോടതി നിർദ്ദേശിച്ചിരുന്നത്. ഇതനുസരിച്ച് രാവിലെ വോട്ടെടുപ്പ് ആരംഭിച്ചു. 10 മണിയോടെ വോട്ടെടുപ്പ് പൂർത്തിയാകുകയും ചെയ്തു. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കാണ് വോട്ടെണ്ണൽ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഇതിനിടയിൽ VC വോട്ടെണ്ണാൻ ഇപ്പോൾ പറ്റില്ല, ഇന്ന് ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നുണ്ട്, ഇതിനുശേഷം അന്തിമ വിധിക്ക് ശേഷം വോട്ടെണ്ണാം എന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. ഇതാണ് ബാക്കി സെനറ്റ് അംഗങ്ങളെയും ഇടത് വിദ്യാർത്ഥി സംഘടനകളെയും അധ്യാപക സംഘടനയും എല്ലാം പ്രകോപിപ്പിച്ചത്. തുടർന്ന് VCയെ ഇവർ ചേംബറിൽ ഉപരോധിക്കുകയായിരുന്നു. VC ഇന്ന് വോട്ടെണ്ണുന്നത് അംഗീകരിക്കാതെ ഒരു കാരണവശാലും ഈ ഉപരോധ സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിലാണ് ഇടത് അധ്യാപക സംഘടനയായ AKPCTയും അതോടൊപ്പം തന്നെ SFI പ്രവർത്തകരും. ഇതിനിടയിലാണ് സർവകലാശാലയുടെ പ്രധാന ഗേറ്റിന് മുന്നിൽ വിദ്യാർത്ഥികളും SFI പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായത്. വിദ്യാർത്ഥികളെ അകത്തേക്ക് പ്രവേശിപ്പിക്കാതെ പോലീസ് ഗേറ്റ് അടച്ചുപൂട്ടിയതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. ഇത് ചോദ്യം ചെയ്ത വിദ്യാർത്ഥികളും പോലീസും തമ്മിൽ ചെറിയ തോതിൽ തർക്കമുണ്ടായി. പിന്നീട് ഇത് ഉന്തിലും തള്ളിലും കലാശിക്കുകയായിരുന്നു. അവസാനം പോലീസ് വിവിധ ആവശ്യങ്ങൾക്ക് സർവകലാശാലയിലേക്ക് വരുന്ന വിദ്യാർത്ഥികളെ കടത്തിവിടാം എന്ന് സമ്മതിച്ചതോടെ ഈ തർക്കം അവസാനിച്ചു. ഇപ്പോഴും സർവകലാശാല ആസ്ഥാനത്ത് ഉപരോധ സമരം തുടരുകയാണ്. വിജയകുമാർ, കോഴിക്കോട് ലിങ്ക് റോഡിൽ അതിഥി തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇയാളുടെ കഴുത്തിൽ മുറിവേറ്റ പാടുകളുണ്ട്. കൊലപാതകമാണെന്നാണ് പ്രാഥമിക നിഗമനം. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. അഭിജിത്ത്, പോലീസ് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഒരു കൊലപാതകമെന്ന് ഉറപ്പിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വിജയകുമാർ, നിലവിൽ കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ആ രീതിയിലുള്ള ഒരു സംശയം പോലീസിനുണ്ട്. ഈ മരിച്ചയാളുടെ കഴുത്തിൽ മുറിപ്പാടുകൾ ഉണ്ട് എന്നുള്ളതാണ് ഈ കൊലപാതക സംശയം ബലപ്പെടുത്തുന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ കോൾ എത്തുന്നത് ഇന്ന് പുലർച്ചെ ഏതാണ്ട് 1 മണിക്ക് ശേഷമാണ്. പോലീസ് എത്തുമ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആ ഭാഗത്തായിട്ടാണ് ഇയാളുടെ മൃതദേഹം കണ്ടിരുന്നത്. ഇയാൾ അല്പം പ്രായമുള്ളയാളാണെന്ന് അറിയുന്നു. മലയാളിയല്ല, ഇതര സംസ്ഥാന തൊഴിലാളിയാണ്. ഇത് രക്തം വാർന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശരീരത്തിൽ മുറിപ്പാടുകളുണ്ട്. ഈ പ്രദേശത്തൊക്കെ, ഇതിന് തൊട്ടടുത്ത് റെയിൽവേ സ്റ്റേഷനാണ്, ഈ പ്രദേശങ്ങളിലൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരാൾ എന്നാണ് പോലീസ് നിലവിൽ നൽകുന്ന വിവരം. ഏതെങ്കിലും രീതിയിൽ ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടായ ആക്രമണത്തിന്റെ ഭാഗമായി ഇദ്ദേഹം മരിച്ചതാണോ എന്നതടക്കമുള്ള സംശയങ്ങൾ നിലവിൽ പോലീസിനുണ്ട്. പ്രായമായ ആളാണ്, വൃദ്ധനാണ്, വയോധികനാണ് എന്നുള്ളതാണ് പോലീസ് ഇപ്പോഴും വ്യക്തമാക്കുന്ന ഒരു കാര്യം. നേരത്തെയും സമാനമായ രീതിയിൽ ഈ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തൊക്കെ ഈ രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു വയോധികന്റെ തലയിൽ കല്ലുകൊണ്ടടിച്ച് പരിക്കേൽപ്പിച്ച ഒരു സംഭവം ഉണ്ടായത് ഏകദേശം 1 മാസങ്ങൾക്ക് മുൻപാണ്. നിരന്തരമായി ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളൊരു കാര്യം പ്രദേശവാസികളും ഇവിടെയുള്ള കടക്കാരൊക്കെ നൽകുന്നുണ്ട്. ഏതായാലും മൃതദേഹം നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികളൊക്കെ നടന്നു വരികയാണ്. സമീപത്തൊക്കെ CCTV-കളുണ്ട്. ഈ CCTV-കളൊക്കെ കേന്ദ്രീകരിച്ചുള്ളൊരു പരിശോധനയിലേക്കാണ് നിലവിൽ പോലീസ് കടന്നിട്ടുള്ളത്. വിജയകുമാർ, മരിച്ച ആളിനെ പറ്റി വിവരങ്ങളൊന്നുമില്ലല്ലോ. അയാൾ എവിടെയുള്ള ആളാണ്, അങ്ങനെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ, അല്ലേ? വിജയകുമാർ, നിലവിൽ അയാൾ ആരാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. കാരണം ഈ പ്രദേശത്തൊക്കെ നിരവധി പേർ ഈ രീതിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിനായൊക്കെ ഇവിടെ നിൽക്കുന്നവരുണ്ട്. പലരും അങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുന്നൊക്കെ ഒരു ഏരിയയാണ് എന്നാണ് പോലീസ് പറയുന്നത്. അതിനാൽ ആ ഭക്ഷണം തേടി ഇവിടെ എത്തുന്ന നിരവധി പേരുണ്ട്. അവരാരും മലയാളികളല്ല, കൂടുതൽ പേരും ഇതര സംസ്ഥാനക്കാരാണ്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തിയവരാണ്. അങ്ങനെയുള്ള ഒരാളാണ് മരിച്ചത് എന്നുള്ളതാണ് നിലവിൽ പോലീസ് നൽകുന്ന വിവരം. കൊലപാതകം എന്നൊരു സംശയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുണ്ട്. കാരണം
കാരണം കഴുത്തിൽ 2 മുറിപ്പാടുകൾ കണ്ടു എന്നാണ് പോലീസ് നിലവിൽ വ്യക്തമാക്കുന്നത്. അത് ഏതെങ്കിലും രീതിയിൽ ആക്രമണത്തിന്റെ ഭാഗമായി സംഭവിച്ചതാണോ എന്നുള്ളതാണ് പോലീസ് നിലവിൽ അന്വേഷിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് CCTV-കൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം നടത്തുന്നത്. നിലവിൽ ആ രീതിയിൽ ഈ ദൃശ്യങ്ങൾ വ്യക്തമായി ലഭിക്കുന്ന CCTV-കൾ ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം കൂടി പോലീസ് നേരിടുന്നുണ്ട്. പോലീസുമായി സംസാരിക്കുമ്പോൾ അവർ അങ്ങനെയാണ് വ്യക്തമാക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് ദൃശ്യങ്ങൾ കിട്ടുന്ന തരത്തിലുള്ള CCTV-കൾ ഇവിടെ നിന്ന് കിട്ടുന്നില്ല അല്ലെങ്കിൽ ലഭിച്ചിട്ടില്ല എന്നാണ് നിലവിൽ പോലീസ് വ്യക്തമാക്കുന്നത്. പക്ഷേ പോലീസിന്റേതായ രീതിയിലുള്ള ഒരു അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. ഏതെങ്കിലും അടിപിടിയുടെ ഒക്കെ ഭാഗമായി നടന്ന ഒരു ആക്രമണത്തിന്റെ തുടർച്ചയായി നടന്ന സംഭവമാണോ എന്നൊരു സംശയത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. ഇപ്പോൾ ശരി അഭിജിത്ത്, കോഴിക്കോട് ലിങ്ക് റോഡിലാണ് ഒരു അതിഥി തൊഴിലാളി എന്ന് സംശയിക്കുന്ന ഒരാൾ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അയാളുടെ കഴുത്തിൽ ആഴത്തിലുള്ള മുറിപ്പാടുകളുണ്ട്. കൊലപാതകമാണോ എന്ന് സംശയിക്കുന്നു. ആളെ തിരിച്ചറിഞ്ഞിട്ട് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.